ഈ പനോരമയായിട്ടുള്ള ഒരു അസോസിയേഷനെ പറ്റിയും കൂടെ ചോദിക്കണമെന്നുണ്ട്. കാരണം ഇപ്പം അതിനെ പറ്റിയിട്ട് അത് മലയാളത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയാണെന്നാണ് അന്ന് ഞാൻ സാറിനെ വിളിച്ചിരുന്ന ഒരു സമയത്ത് പറഞ്ഞത്. അതേസമയം തന്നെ ഇപ്പം അതിനെ പറ്റിയിട്ട് നമ്മുടെ ഇപ്പം മലയാളത്തിലെ ഇപ്പം ആന്റണി പെരുമ്പാറ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്കുള്ള റൈറ്റ്സ് ഒക്കെ കുറച്ച് കർട്ടൈൽ ചെയ്യപ്പെടുന്നുണ്ടോ, OTT റൈറ്റ്സ്, തിയേറ്റർ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് വാർത്തകൾ അതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ തരാമോ? ലൈക്ക് പനോരമ നമ്മുടെ കയ്യിൽ തന്നെയാണോ ഫുള്ളായിട്ട് ഫിലിമിന്റെ റൈറ്റ് ചെയ്യുക? അതോ ലൈക്ക് ഈ ആക്ച്വലി അസോസിയേഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നതെന്ന്? അല്ല, അവര് തുടക്കം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് അവർ ഇതിനകത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് ഹിന്ദി പാരലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നു സ്ക്രിപ്റ്റ് വായിച്ചു, അവർക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഏരിയയിൽ കേരളത്തിൽ വർക്കാകുന്ന പോലെ അവിടെ വർക്കാവത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് അതങ്ങനെ. ഞങ്ങളത് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് പടം ഷൂട്ട് ചെയ്തുകൊണ്ട് തീരാറായപ്പോഴത്തേക്കുമാണ് അന്നി എന്നോട് വന്നിട്ട് അവർ എൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിക്കലും ഇതെല്ലാം കൂടി നല്ലൊരു ഇന്നേവരെ മലയാള സിനിമയിൽ നടക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഡീൽ അവർ ഓഫർ ചെയ്തു. അപ്പം ആസ് എ പ്രൊഡ്യൂസർ അതെന്തിനാ കളയുന്നത്? ആൻ്റണി ഇത് അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം അതിൻ്റെ റീമേക്ക് റൈറ്റ്സോ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഇൻ്റർനാഷണൽ റീമേക്ക് റൈറ്റ്സും ബാക്കി ഡബ്ബിങ് ബാക്കി ലാംഗ്വേജിലെല്ലാം ആൻ്റണിയുടെ തന്നെയാണ്. ഈ മലയാളത്തിൻ്റെ OTT അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയേറ്ററിക്കൽ അതെല്ലാം കൂടെ അതുമാതിരി ഒരു ഓഫർ കിട്ടുമ്പോൾ പിന്നെ ഇതിനകത്ത് കളയാൻ